ഓക്കെ, അപ്പോൾ നമ്മൾ IS സ്റ്റാറ്റിക് ഫോർമുല വെച്ചിട്ട് സാൻഡിൻ്റെയും ക്ലേയുടെയും കേസിലുള്ള ന്യൂമറിക്കൽ പ്രോബ്ലംസ് നോക്കി. അപ്പോൾ നെക്സ്റ്റ് നമുക്ക് ഒരു പ്രോബ്ലം കൂടെ നോക്കാം. എ പൈൽ 300 mm in diameter is proposed to be driven in a layer of uniform clay. The skin friction between the pile surface and the soil may be taken as 50 kN per meter square. Determine the length of the pile to carry a safe load of 200 kN with a factor of safety of 3. Also determine the cohesion of clay. The pile tip is assumed to carry 20% of the load. സോ ഇവിടെ ഒരു ക്ലേ വരുന്നിട്ടുള്ള കേസിൽ ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിരിക്കുന്നത്. സോ ഇവിടെ 300 mm ഡയമീറ്റർ ഉള്ള പൈൽ ക്ലേയിലേക്ക് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അതേപോലെ അതിൻ്റെ ആ ഒരു പൈൽ ഷാഫ്റ്റ് സർഫസിൻ്റെയും ആ സറൗണ്ടിങ് സോയിലിൻ്റെയും ബിറ്റ്വീൻ ആയിട്ടുള്ള സ്കിൻ ഫ്രിക്ഷൻ വാല്യൂം തന്നിട്ടുണ്ട് 50 kN per meter square. ഇവിടെ നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത്? വി ഹാവ് ടു ഡിറ്റർമൈൻ ദ ലെങ്ത് ഓഫ് ദ പൈൽ. ആൻഡ് ഇവിടെ അഡീഷണൽ ഡീറ്റെയിൽസ് തന്നിരിക്കുന്നത് സേഫ് ലോഡ് 200 kN ഉണ്ട്. പിന്നെന്താണ് പൈൽ ടിപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് അസ്യൂംഡ് ടു ക്യാരി 20% ഓഫ് ദ ലോഡ്. അപ്പോൾ ടോട്ടൽ ലോഡിൻ്റെ 20% ലോഡ് പൈൽ ടിപ്പാണ് ക്യാരി ചെയ്യുന്നതെന്ന് അസ്യൂം ചെയ്ത് പറഞ്ഞിട്ടുണ്ട് ഇവിടെ. സോ നമുക്കിവിടെ ലെങ്ത് ഓഫ് ദ പൈലും കണ്ടുപിടിക്കണം, അതേപോലെ ക്ലേയിലുണ്ടാകുന്ന കോഷ്യൻ്റെ വാല്യൂം കണ്ടുപിടിക്കണം. സോ ഫസ്റ്റിലെ തന്നെ നമുക്ക് ഇക്വേഷൻ അറിയാം, അതായത് അൾട്ടിമേറ്റ് ലോഡ് QU = എന്താണ്? QP + QS. അതായത് QP എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോയിന്റ് ബെയറിംഗ് ലോഡും QS വന്നിട്ട് സ്കിൻ ഫ്രിക്ഷൻ ലോഡ് ഓർ ഫ്രിക്ഷണൽ ലോഡാണ്. സോ QU = QP + QS. ആൻഡ് നമുക്കിവിടെ QPയുടെയോ QSൻ്റെയോ വാല്യൂ അറിയത്തില്ല. അതേപോലെ QUൻ്റെ വാല്യൂ ഡയറക്റ്റ്ലി ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ല, പകരം അത് കണ്ടുപിടിക്കാനുള്ള ഹിൻസ് തന്നിട്ടുണ്ട്. സോ നമുക്കിവിടെ സേഫ് ലോഡിൻ്റെ വാല്യൂ തന്നിട്ടുണ്ട് 200 kN. അപ്പോൾ സേഫ് ലോഡിൻ്റെ ഇക്വേഷൻ എന്താണ്? സേഫ് ലോഡ് = QU അൾട്ടിമേറ്റ് ലോഡ് ഡിവൈഡഡ് ബൈ ഫാക്ടർ ഓഫ് സേഫ്റ്റി ആണ്. ഇത് നമുക്ക് ഓൾറെഡി അറിയാവുന്ന ഇക്വേഷനാണ്. സോ ഇതിൽ നിന്ന് നമുക്ക് QU കണ്ടുപിടിക്കാമല്ലോ, കാരണം നമ്മുടെ കയ്യിൽ സേഫ് ലോഡ് ഉണ്ട് 200 kN, ഫാക്ടർ ഓഫ് സേഫ്റ്റി ഉണ്ട് 3. സോ ഈ രണ്ട് വാല്യൂസ് വെച്ചിട്ട് നമുക്ക് അൾട്ടിമേറ്റ് ലോഡ് QU കണ്ടുപിടിക്കാം. അപ്പോൾ സേഫ് ലോഡ് ഈ QA എന്ന് എഴുതിയേക്കുന്നത് സേഫ് ലോഡാണ്. സോ സേഫ് ലോഡ് QA or safe load = QU by that is ultimate load by factor of safety. സോ ഈ ഇക്വേഷനിൽ നിന്ന് നമുക്ക് QUൻ്റെ വാല്യൂ കണ്ടുപിടിക്കാം. അപ്പോൾ QUൻ്റെ വാല്യൂ എന്ത് വരും? QU = 200 × 3 that is നമുക്ക് 600 kN അൾട്ടിമേറ്റ് ലോഡിൻ്റെ വാല്യൂ കിട്ടി. ദാറ്റ് ഈസ് ടോട്ടൽ ലോഡിൻ്റെ വാല്യൂ കിട്ടി. അപ്പോൾ QU നമ്മൾക്ക് കിട്ടി. നെക്സ്റ്റ് നമുക്കിനി വേറൊരു ഹിൻറ്റ് തന്നിരിക്കുന്നത് എന്താണ്? ദ പൈൽ ടിപ്പ് ഈസ് assumed to carry 20% of the load. പൈൽ ടിപ്പ് മീൻസ് ഓർ പോയിന്റ് ബെയറിംഗ് ലോഡ്. ആ QPനെയാണ് ഈ പൈൽ ടിപ്പ് ലോഡ് എന്ന് നമ്മൾ പറയുന്നത്. ആ ഒരു ബോട്ടം എൻഡിൽ നമ്മൾ ഓൾറെഡി ആദ്യമേ പഠിച്ചപ്പോൾ പറഞ്ഞായിരുന്നു, പൈലിൻ്റെ ബോട്ടം എൻഡിൽ കൂടി ട്രാൻസ്ഫർ ചെയ്യുന്ന ലോഡിനെയാണ് നമ്മൾ QP എന്ന് പറയുന്നത്. അപ്പോൾ പൈൽ ടിപ്പിൽ വരുന്ന ലോഡ് എന്താണ്? ടോട്ടൽ ലോഡിൻ്റെ 20% ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ടോട്ടൽ ലോഡ് എന്താണ്? ടോട്ടൽ ലോഡിൻ്റെ വാല്യൂ വന്നിട്ട് നമ്മൾ 600 kN എന്ന് കണ്ടുപിടിച്ചു. സോ QP എന്ത് വരും? QP = ഈ 600 kN 20%. അപ്പോൾ ഇത്തരം കാരണം നമുക്കിവിടെ പറഞ്ഞിട്ടുണ്ട് പൈൽ ടിപ്പ് ഈസ് അസ്യൂംഡ് ടു ക്യാരി 20% ഓഫ് ദ ലോഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ടോട്ടൽ ലോഡ് QUൻ്റെ 20% ആയിരിക്കും QPയുടെ വാല്യൂ. ദാറ്റ് ഈസ് QP = 600 × 20%. നമുക്ക് 120 kN എന്ന് കിട്ടും. അപ്പോൾ നമ്മൾ QPയും കണ്ടുപിടിച്ചു, QUവും കണ്ടുപിടിച്ചു, QPയും കണ്ടുപിടിച്ചു. സോ ഈ ഇക്വേഷൻ വെച്ചിട്ട് ഈ ഇക്വേഷനിൽ നമുക്ക് QUൻ്റെ വാല്യൂയും അറിയാം, QPൻ്റെ വാല്യൂ അറിയാം. സോ നമുക്ക് ഫ്രിക്ഷണൽ ലോഡ് ഓർ സ്കിൻ ഫ്രിക്ഷൻ കാരണമുള്ള ലോഡ് കണ്ടുപിടിക്കാമല്ലോ. എന്ത് വരും? QS = QU - QP എന്ന് വരും. സോ നമ്മുടെ കയ്യിൽ QUവും ഉണ്ട്, QPയും ഉണ്ട്. അത് ചെയ്യുമ്പോൾ നമുക്ക് QS 480 kN എന്ന് കിട്ടും. സോ ഇത്രയും വരെ നമ്മൾ കണ്ടുപിടിച്ചു. അപ്പോൾ നമുക്ക് മെയിനായിട്ട് ഈ ക്വസ്റ്റ്യൻ എന്തൊക്കെയാണ് കണ്ടുപിടിക്കേണ്ടത്? ലെങ്ത് ഓഫ് ദ പൈലും കണ്ടുപിടിക്കണം, കൊഹിഷൻ ഓഫ് ക്ലേയും കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് QS വരെ നമ്മൾ കണ്ടുപിടിച്ചു. പിന്നെ ലെങ്തും കൊഹിഷനും കണ്ടുപിടിക്കാൻ വേണ്ടി എന്ത് ചെയ്യാൻ നോക്കാം. സോ ഫസ്റ്റിലെ നമുക്ക് ലെങ്ത് ഓഫ് ദ പൈൽ L കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ കയ്യിൽ QSൻ്റെ ഇക്വേഷൻ ഉണ്ട്. സോ ഇവിടെ നമ്മൾ QS എന്താണ്? QS എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്രിക്ഷൻ ലോഡാണ്. ഫ്രിക്ഷൻ ലോഡിൻ്റെ ഇക്വേഷൻ വന്നിട്ട് FS × AS. FS എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്കിൻ ഫ്രിക്ഷനാണ്, അതായത് ആ പൈൽ ഷാഫ്റ്റ് സർഫസും സറൗണ്ടിങ് സോയിലും തമ്മിലുള്ള സ്കിൻ ഫ്രിക്ഷനെയാണ് നമ്മൾ FS എന്ന് പറയുന്നത്. അതേപോലെ AS എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ
സർഫസ് ഏരിയ ഓഫ് പൈൽ ആണ്. എസിൻ്റെ ഇക്വേഷൻ എന്താണ്? പൈ ഇൻറ്റു പെരിമീറ്റർ ഇൻറ്റു ലെങ്ത്. സോ ഈ ഇക്വേഷൻ വെച്ചിട്ട് എഫ് എസ് ഇൻറ്റു എ എസ് വെച്ചിട്ട് നമുക്ക് ഫ്രിക്ഷണൽ ലോഡ് ക്യു എസ് കണ്ടുപിടിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യനിൽ ക്യു എസ് ഈക്വൽ ടു എ എസ് ഇൻറ്റു എഫ് എസ് എന്നുള്ള ഇക്വേഷൻ നമ്മൾ യൂസ് ചെയ്യുകയാണ്. സോ ഇവിടെ എഫ് എസ് എന്താണ്? എഫ് എസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പൈൽ ഷാഫ്റ്റ് സർഫസും അതിൻ്റെ സറൗണ്ടിങ് സോയിലും ബിറ്റ്വീൻ ആയിട്ടുള്ള സ്കിൻ ഫ്രിക്ഷനെയാണ് നമ്മൾ എഫ് എസ് എന്ന് പറയുന്നത്. ഒരു സ്കിൻ ഫ്രിക്ഷൻ വാല്യൂവിനെയാണ് നമ്മൾ എഫ് എസ് എന്ന് ഡിനോട്ട് ചെയ്യുന്നത്. സോ നമ്മുടെ ക്വസ്റ്റ്യനിൽ എഫ് എസിൻ്റെ വാല്യൂ തന്നിട്ടുണ്ട്. അതായത് ദ സ്കിൻ ഫ്രിക്ഷൻ ബിറ്റ്വീൻ ദ പൈൽ സർഫസ് ആൻഡ് ദ സോയിൽ മേ ബി ടേക്കൺ ആസ് 50 kN per meter square. ദാറ്റ് ഈസ് എഫ് എസിൻ്റെ വാല്യൂ 50 എന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. സോ നമുക്ക് ഈ ക്യു എസ് ഈക്വൽ ടു എഫ് എ എസ് ഇൻറ്റു എഫ് എസിലേക്ക് നമുക്ക് എഫ് എസിൻ്റെ വാല്യൂ 50 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാമല്ലോ. അപ്പോൾ എന്ത് വരും? ക്യു എസ് ഈക്വൽ ടു ക്യു എസിൻ്റെ വാല്യൂ നമുക്കറിയാം എന്താണ്? 480. അപ്പോൾ 480 ഈസ് ഈക്വൽ ടു എ എസ് ഇൻറ്റു എഫ് എസ്. എഫ് എസിൻ്റെ വാല്യൂ അറിയാം എന്താണ്? 50. സോ ഇവിടെ നമുക്ക് എ എസ് കണ്ടുപിടിക്കാമല്ലോ. എ എസ് എന്താണ്? സർഫസ് ഏരിയ ഓഫ് പൈൽ. സോ നമുക്ക് 480/50 ചെയ്യുമ്പോൾ സർഫസ് ഏരിയ ഓഫ് പൈൽ കിട്ടും. ദാറ്റ് ഈസ് എ എസിൻ്റെ വാല്യൂ നമുക്ക് 9.6 മീറ്റർ സ്ക്വയർ എന്ന് കിട്ടും. മീറ്റർ സ്ക്വയർ കാരണം ഇത് സർഫസ് ഏരിയ ആണ്. പൈലിൻ്റെ സർഫസ് ഏരിയ ആണ് എ എസ്. ആൻഡ് എ എസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? എ എസ് ഈസ് ഈക്വൽ ടു പൈ ഇൻറ്റു ഡി ഇൻറ്റു എൽ. ദാറ്റ് ഈസ് പെരിമീറ്റർ ഓഫ് പൈൽ ഇൻറ്റു ലെങ്ത് ഓഫ് പൈൽ ആണ്. ദാറ്റ് ഈസ് പൈ ഇൻറ്റു ഡയമീറ്റർ ഓഫ് പൈൽ ഇൻറ്റു ലെങ്ത് ഓഫ് പൈൽ ആണ്. സോ നമ്മൾ ഈ ഇക്വേഷൻ വെച്ചിട്ട് എ എസിൻ്റെ വാല്യൂ നമ്മുടെ കയ്യിലുണ്ട്. സോ എ എസ് ദാറ്റ് ഈസ് 9.6 ഈക്വൽ ടു പൈ ഇൻറ്റു ഡി ഇൻറ്റു എൽ എന്ന് കൊടുക്കുകയാണ്. സോ ഇവിടെ ഡയമീറ്റർ നമുക്കറിയാം, ക്വസ്റ്റ്യനിലുണ്ട്. എന്താണ് ഡയമീറ്റർ? വന്നിട്ട് 300 mm ഡയമീറ്റർ എന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. 300 mm ഡയമീറ്റർ എന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. സോ നമുക്ക് 9.6 ഈസ് ഈക്വൽ ടു പൈ ഇൻറ്റു 0.3 ഇൻറ്റു എൽ എന്ന് കൊടുക്കാം. സോ ഈ ഇക്വേഷൻ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എല്ലിൻ്റെ വാല്യൂ കിട്ടുമല്ലോ. എല്ലിൻ്റെ വാല്യൂ നമുക്ക് 10.186 മീറ്റർ എന്ന് കിട്ടും. സോ നമുക്ക് ലെങ്ത് ഓഫ് പൈൽ, ക്വസ്റ്റ്യൻ്റെ ഒരു പാർട്ട് നമ്മൾ കണ്ടുപിടിച്ചു, ലെങ്ത് ഓഫ് പൈൽ കണ്ടുപിടിച്ചു. നെക്സ്റ്റ് ഇനി നമുക്ക് കൊഹിഷൻ വാല്യൂയും കൂടെ വേണം. സോ ഈ സ്കിൻ ഫ്രിക്ഷൻ എഫ് എസിൻ്റെ ഇക്വേഷനാണ്. ഈ ഇക്വേഷൻ നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്യുക. ദാറ്റ് ഈസ് എഫ് എസ് ഈക്വൽ ടു ആൽഫ ഇൻറ്റു സി. ദാറ്റ് ഈസ് അഡിഷൻ ഫാക്ടർ ഇൻറ്റു കൊഹിഷൻ. സോ സ്കിൻ ഫ്രിക്ഷൻ എഫ് എസ് ഈക്വൽ ടു ആൽഫ ഇൻറ്റു സി. ഈ ഇക്വേഷൻ നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്ത് വെക്കുക. സോ ഇവിടെ നമുക്ക് ആൽഫയുടെ വാല്യൂ, അതായത് അഡിഷൻ ഫാക്ടറിൻ്റെ വാല്യൂ നമുക്ക് 1 ആയിട്ട് അസ്യൂം ചെയ്യാം. അപ്പോൾ 1 ആയിട്ട് അസ്യൂം ചെയ്തിട്ട് ഈ ഇക്വേഷനിലേക്ക് നമ്മൾ ആ 1 അസ്യൂം ചെയ്ത് ആൽഫയുടെ വാല്യൂ 1 കൊടുക്കുമ്പോൾ നമുക്ക് സീൻ്റെ വാല്യൂ കിട്ടുമല്ലോ. എന്ത് വരും? സി ഈസ് ഈക്വൽ ടു ഇത് അപ്പുറത്ത് പോകുമ്പോൾ 15 തന്നെ വരും. ദാറ്റ് ഈസ് എഫ് എസ് നമുക്ക് 50 ആണ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. സോ 50/1 നമുക്ക് കൊഹിഷൻ്റെ വാല്യൂം 50 kN per meter square എന്ന് കിട്ടും. അപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ക്വസ്റ്റ്യനിൽ 300 mm ഡയമീറ്റർ ഉള്ള ഒരു പൈല തന്നിട്ടുണ്ട്. ഇത് ക്ലേ സോയിലിലേക്കാണ് ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത്. അതേപോലെ ആ സോയിൽ സർഫസും സറൗണ്ടിങ് സോയിലും തമ്മിലുള്ള സ്കിൻ ഫ്രിക്ഷൻ വാല്യൂം തന്നിട്ടുണ്ട്, അതായത് എഫ് എസ് വാല്യൂ തന്നിട്ടുണ്ട്. ആൻഡ് ഇവിടെ നമുക്ക് വേറൊരു ഹിൻറ്റും കൂടെ തന്നിട്ടുണ്ട്. പൈൽ ടിപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് അസ്യൂംഡ് ടു ക്യാരി 20% ഓഫ് ദ ടോട്ടൽ ലോഡ് ഓർ അൾട്ടിമേറ്റ് ലോഡ്. ഇവിടെ നമുക്ക് ലെങ്തും കൊഹിഷൻ്റെ വാല്യൂമാണ് കണ്ടുപിടിക്കേണ്ടത്. സോ നിങ്ങൾ ആദ്യം നമ്മുടെ ബേസിക് ഇക്വേഷൻ ക്യു യു ഈസ് ഈക്വൽ ടു ക്യു പി പ്ലസ് ക്യു എസിൽ നിന്ന് എന്താണ് ആദ്യം നമുക്ക് യുവിൻ്റെ വാല്യൂ, അതായത് അൾട്ടിമേറ്റ് ലോഡ് ക്യു യുവിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാം. അതായത് നമുക്ക് ഇവിടെ സേഫ് ലോഡ് തന്നിട്ടുണ്ട് 200 kN. നമുക്ക് ഇക്വേഷൻ അറിയാം, സേഫ് ലോഡ് ഈസ് ഈക്വൽ ടു അൾട്ടിമേറ്റ് ലോഡ് ക്യു യു ബൈ ഫാക്ടർ ഓഫ് സേഫ്റ്റി. സോ ഇവിടെ സേഫ് ലോഡിൻ്റെയും വാല്യൂ ഉണ്ട്, ഫാക്ടർ ഓഫ് സേഫ്റ്റിയുടെയും വാല്യൂ ഉണ്ട്. സോ അത് വെച്ച് നമ്മൾ ക്യു യു കണ്ടുപിടിച്ചു. പിന്നെന്താണ് ക്യു യു കിട്ടിയിട്ടുണ്ടെങ്കിൽ ഈ ക്യു യുവിൻ്റെ 20% ആണ് ക്യു പി എന്ന് പറയുന്നത്, ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. സോ അത് വെച്ചിട്ട് നമ്മൾ ക്യു പി ഈസ് ഈക്വൽ ടു 600 ഇൻറ്റു, അതായത് 20% ഓഫ് ക്യു യു ചെയ്യാം. നമുക്ക് 120 എന്ന് കിട്ടി. സോ ഈ ക്യു എസിൻ്റെയും ക്യു പിയുടെയും ക്യു യുവിൻ്റെയും വാല്യൂ വെച്ചിട്ട് നമ്മൾ ക്യു എസ് കണ്ടുപിടിക്കാം. ആൻഡ് ക്യു എസ് കണ്ടുപിടിക്കാനുള്ള ക്യു എസിൻ്റെ വാല്യൂ നമുക്ക് കിട്ടി. ക്യു എസിൻ്റെ വേറെ ഇക്വേഷൻ എന്താണ്? എ സർഫസ് ഏരിയ ഓഫ് പൈൽ ഇൻറ്റു സ്കിൻ ഫ്രിക്ഷൻ ഓഫ് പൈൽ, ക്യു എസ് ഈക്വൽ ടു എ എസ് ഇൻറ്റു എഫ് എസ്. അതിൽ എഫ് എസിൻ്റെ വാല്യൂ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. എഫ് എസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? സറൗണ്ടിങ് സോയിലും പൈൽ ഷാഫ്റ്റ് സർഫസും തമ്മിലുള്ള സ്കിൻ ഫ്രിക്ഷനെയാണ് നമ്മൾ എഫ് എസ് ആയിട്ട് ഡിനോട്ട് ചെയ്യുന്നത്. അതിൻ്റെ വാല്യൂ ക്വസ്റ്റ്യനിൽ 50 എന്ന് തന്നിട്ടുണ്ട്. സോ അത് വെച്ചിട്ട് നമ്മൾ ഏരിയ സർഫസ് ഏരിയ ഓഫ് പൈൽ എ എസ് കണ്ടുപിടിച്ചു. ഈ എ എസ് കണ്ടുപിടിച്ചു, നമുക്ക് അതിൻ്റെ വാല്യൂ കിട്ടി. ആൻഡ് എ എസ് കണ്ടുപിടിക്കാനുള്ള വേറെ ഇക്വേഷൻ എന്താണ്?
perimeter of pile into length of pile, that is pi into diameter of pile into length of pile. സോ നമുക്ക് ഡയമീറ്റർ ക്വസ്റ്റ്യനിലുണ്ട് എസിൻ്റെ വാല്യൂ ഉണ്ട്. സോ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ലെങ്തിൻ്റെ വാല്യൂ കിട്ടും. ആൻഡ് നെക്സ്റ്റ് നമുക്ക് കോഷ്യൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ എഫ് എസ് ഇസിക്കൽ ടു ആൽഫ ഇൻറ്റു സി എന്ന് കൊടുക്കാം. ആൽഫ വന്നിട്ട് അഡീഷൻ ഫാക്ടർ ആണ്. അഡീഷൻ ഫാക്ടർ നമ്മൾ 1 ആയിട്ട് അസ്യൂം ചെയ്യും. അപ്പോൾ സിയുടെ വാല്യൂ എന്ത് വരും? 50 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ എന്ന് ഈ ഇക്വേഷനിൽ നമുക്ക് കിട്ടും. സോ ഇങ്ങനെയാണ് ഈ പ്രോബ്ലം ചെയ്യുന്നത്. അപ്പോൾ ഐ എസ് സ്റ്റാറ്റിക് ഫോർമുല വെച്ചിട്ട് സാൻഡിൻ്റെ കേസിലും ക്ലേയുടെ കേസിലുള്ള ഇക്വേഷൻ ബൈ ഹാർട്ട് ചെയ്ത് വെക്കുക. അത് നിങ്ങൾ ക്വസ്റ്റ്യൻ വായിച്ച് മനസ്സിലാക്കിയിട്ട് എന്താണോ കണ്ടുപിടിക്കേണ്ടത് കണ്ടുപിടിക്കുക. അപ്പോൾ ഇങ്ങനത്തെ ഉള്ള പ്രോബ്ലം നിങ്ങൾ നോക്കി വെക്കുക. ഈ ടൈപ്പ് പ്രോബ്ലം ഇത് യൂണിവേഴ്സിറ്റിക്ക് ചോദിക്കുന്നതാണ്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ഡൈനാമിക് ഫോർമുല നോക്കാം. സോ നമ്മൾ ഐ എസ് സ്റ്റാറ്റിക് ഫോർമുല സാൻഡിൻ്റെ കേസിലും ക്ലേയുടെ കേസിലും നോക്കി. നെക്സ്റ്റ് വന്നിട്ട് ഡൈനാമിക് ഫോർമുല ആണ്. സോ ഡൈനാമിക് ഫോർമുല വന്നിട്ട് നമ്മൾ മോഡിഫൈഡ് ഹൈലി ഫോർമുല ആണ് ഈ ഒരു കേസിൽ നോക്കുന്നത്. ആ ഇക്വേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്യു യു ഇസിക്കൽ ടു ഡബ്ല്യു ഇൻറ്റു എച്ച് ഇൻറ്റു ഈറ്റ ബി ഇൻറ്റു ഈറ്റ എച്ച് ഡിവൈഡഡ് ബൈ എസ് പ്ലസ് സി ബൈ 2. സോ ഈ ഓരോ ടേം എന്താണെന്ന് നോക്കാം. അതേപോലെ ഇവിടെ അസ്യൂം ചെയ്തേക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അതായത് ഈ ഡൈനാമിക് ഫോർമുലാസിൽ അസ്യൂം ചെയ്തേക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പൈലിൻ്റെ ലോഡ് ക്യാരിങ് കപ്പാസിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പൈൽ നമ്മൾ ഈ സോയിൽ സർഫസിൽ ബിലോ സോയിലിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യത്തില്ലേ, അപ്പം ആ ഡ്രൈവ് ചെയ്യുന്ന സമയത്തുള്ള ഡൈനാമിക് റെസിസ്റ്റൻസിനോട് ഈക്വൽ ആണ് ആ പൈലിൻ്റെ അൾട്ടിമേറ്റ് ലോഡ് ക്യാരിങ് കപ്പാസിറ്റി എന്നാണ് അസ്യൂം ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ഡൈനാമിക് ഫോർമുലയിൽ മെയിനായിട്ട് നമുക്ക് മോഡിഫൈഡ് ഹൈലി ഫോർമുലയാണ് വരുന്നത്. അതിൻ്റെ ഇക്വേഷനാണ് ഈ കൊടുത്തിരിക്കുന്നത്. ഇത് നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്യണം. അപ്പം ഇവിടെ ഈ സൈഡിലായിട്ടൊരു ഫിഗർ കാണിച്ചിട്ടുണ്ട്. ഇത് പൈലാണ്. പൈലിൻ്റെ മുകളിലായിട്ട് കൊടുത്തിരിക്കുന്ന പൈൽ ക്യാപ്പിൻ്റെ കാര്യങ്ങളാണ്. ഡോളി, പാക്കിംഗ് എല്ലാം പൈൽ ക്യാപ്പിൻ്റെ പാർട്സ് ആയിട്ടാണ് വരുന്നത്. അതേപോലെ ഇത് നമ്മൾ എന്താണേലും നമ്മൾ ഗ്രൗണ്ട് ലെവലിൽ നിന്ന് ബിലോ ഗ്രൗണ്ടിലേക്ക് പൈൽ ഇൻസ്റ്റാൾ ചെയ്യുന്നത് ഒരു ഹാമർ ഡ്രോപ്പ് ചെയ്തിട്ടായിരിക്കും. നമ്പർ ഓഫ് ബ്ലോസ് ഈ പൈൽ ടോപ്പിലേക്ക് കൊടുത്തിട്ടായിരിക്കും ഈ പൈൽ ഗ്രൗണ്ട് സർഫസിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യുന്നത്. അപ്പം ആ ഒരു ഹാമറിൻ്റെ വെയിറ്റ് ഉണ്ട്. അതേപോലെ അതും ആ വെയിറ്റിനെയാണ് നമ്മൾ ഈ ഡബ്ല്യു എന്ന് പറയുന്നത്, ഇൻ കിലോ ന്യൂട്ടൺ. ഈ പൈൽ ഗ്രൗണ്ട് ലെവലിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി നമ്മൾ ഹാമർ വെച്ചിട്ടാണ് ഈ പൈൽ ടോപ്പിൽ നമ്പർ ഓഫ് ബ്ലോസ് കൊടുക്കുന്നത്. അപ്പോൾ അവിടെ ഒരു എനർജി ഇമ്പാർട്ട് ചെയ്യും. സോ ഈ ഒരു ഹാമറിൻ്റെ വെയിറ്റ് ആണ് നമ്മൾ ക്യാപിറ്റൽ ഡബ്ല്യു ആയിട്ട് നമ്മുടെ ഇക്വേഷനിൽ കൊടുക്കുന്നത്. ഈ യൂണിറ്റ് വന്നിട്ട് കിലോ ന്യൂട്ടൺ ആണ്. ആൻഡ് ഈ ഹൈറ്റ് എച്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹൈറ്റ് ആണ്. നെക്സ്റ്റ് ടേം വന്നിട്ട് എച്ച് ആണ്. എച്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹൈറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഹൈറ്റ് ഓഫ് റാം ഡ്രോപ്പ് ഓർ ഹാമർ ഡ്രോപ്പിനാണ്. ഇത്രയും ഈ ഒരു പൈൽ ടോപ്പും ഈ ഹാമറും തമ്മിലുള്ള അത്രയും ഹൈറ്റിനെയാണ് എച്ച് എന്ന് പറയുന്നത്. ഇത്രയും ഡിസ്റ്റൻസിനാണ് നമ്മൾ എച്ച് എന്ന് പറയുന്നത്. അതേപോലെ ഈറ്റ ബി വന്നിട്ട് എഫിഷ്യൻസി ഓഫ് ഹാമർ ബ്ലോ ആണ്. ആൻഡ് ഈറ്റ എച്ച് വന്നിട്ട് എഫിഷ്യൻസി ഓഫ് പൈൽ ഹാമർ. സോ നിങ്ങളിത് ഓരോ ടേമും എന്താണെന്ന് നോക്കി വെക്കാം. അപ്പം ഡബ്ല്യു വന്നിട്ട് വെയിറ്റ് ഓഫ് ഹാമർ, എച്ച് വന്നിട്ട് ഹൈറ്റ് ഓഫ് റാം ഡ്രോപ്പ് ഓർ ഹാമർ ഡ്രോപ്പ്, ഈറ്റ ബി ഈസ് ദ എഫിഷ്യൻസി ഓഫ് ഹാമർ ബ്ലോ ആൻഡ് ഈറ്റ എച്ച് ഈസ് ദ എഫിഷ്യൻസി ഓഫ് പൈൽ ഹാമർ. ആൻഡ് ഈ ഒരു എഫിഷ്യൻസി ഓഫ് ഹാമർ ഈറ്റ ബി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെയിനായിട്ടും ആ ഹാമറിൻ്റെ വെയിറ്റ്, അതേപോലെ പൈൽ വെയിറ്റ്, ആൻവിൽ ആൻഡ് ഹെൽമെറ്റ് ഫ്ലോൾ ഓവർ പി, അതായത് പൈൽ ക്യാപ്പ് ആൻഡ് പൈൽ അതിൻ്റെ എല്ലാം കൂടി പി ആ ഒരു ഫാക്ടറിനെയും ഇത് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അതേപോലെ കോഎഫിഷ്യൻ്റ് ഓഫ് റെസ്റ്റിറ്റ്യൂഷൻ ഇ. സോ ഇത്രയും 4 ഫാക്ടേഴ്സിനെയാണ് ഈ ഒരു എഫിഷ്യൻസി ഓഫ് ഹാമർ ബ്ലോ ഈറ്റ ബി ഡിപ്പെൻഡ് ചെയ്യുന്നത്. ആൻഡ് ഇവിടെ 2 കേസ് വരുന്നുണ്ട്. ഈറ്റ ബിയുടെ കേസിൽ നമ്മൾ 2 കേസായിട്ടാണ് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒന്നും കൂടി ക്ലിയർ ആകും. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വെയിറ്റ് ഓഫ് ഹാമർ ഇ ഇൻറ്റു പി, അതായത് കോഎഫിഷ്യൻ്റ് ഓഫ് റെസ്റ്റിറ്റ്യൂഷൻ ഇൻറ്റു പി. പി മീൻസ് അൻവിൽ ആൻഡ് ഹെൽമെറ്റ് ഫോൾ ഓവർ ഓർ പി നമുക്ക് വെയിറ്റ് ഓഫ് പൈൽ പ്ലസ് പൈൽ ക്യാപ്പ് എന്നും പറയാം. ദാറ്റ് ഈസ് വെയിറ്റ് ഓഫ് പൈൽ പ്ലസ് പൈൽ ക്യാപ്പും പി ആണ്. അതായത് പി ഈസ് ഈക്വൽ ടു വെയിറ്റ് ഓഫ് പൈൽ പ്ലസ് പൈൽ ക്യാപ്പിനെ നമുക്ക് പി ആയിട്ട് എടുക്കാം, ഓർ അൻവിൽ ആൻഡ് ഹെൽമെറ്റ് ഫോൾ ഓവർ പി. സോ ഇവിടെ കോഎഫിഷ്യൻ്റ് ഓഫ് റെസ്റ്റിറ്റ്യൂഷൻ ഇ ഇൻറ്റു പി. സോ ഈ ഡബ്ല്യു വെയിറ്റ് ഓഫ് ഹാമർ ഈ ഇ ഇൻറ്റു പിയെക്കാട്ടിലും ഗ്രേറ്റർ ആണെങ്കിൽ അപ്പോൾ വരുന്ന എഫിഷ്യൻസി ഓഫ് ഹാമർ ഈറ്റ ബിയുടെ ഇക്വേഷൻ ആണ് ഡബ്ല്യു പ്ലസ് ഇ സ്ക്വയർ പി ഡിവൈഡഡ് ബൈ ഡബ്ല്യു പ്ലസ് പി. ആൻഡ് ഇഫ്
W ലെസ് ദാൻ ഇ പി ആണെങ്കിൽ ഈറ്റ ബിയുടെ ഇക്വേഷൻ ആണ് W പ്ലസ് ഇ സ്ക്വയർ പി ഹോൾ ഡിവൈഡഡ് ബൈ W പ്ലസ് പി മൈനസ് W മൈനസ് ഇ പി ഡിവൈഡഡ് ബൈ W പ്ലസ് പി ദ ഹോൾ സ്ക്വയർ. സോ നിങ്ങൾ ഈ ഇക്വേഷൻ ബൈ ഹാർട്ട് ചെയ്ത് വെക്കുക. രണ്ട് കേസാണ് എഫിഷ്യൻസി ഓഫ് ഹാമർ ബ്ലോയ്ക്ക് ഈറ്റ ബിക്ക് വരുന്നത്. അതായത് W ഗ്രേറ്റർ ദാൻ ഇ പി ആകുമ്പോൾ ഉള്ള ഒരു കേസിൽ ഈറ്റ ബിയുടെ ഇക്വേഷൻ ഉണ്ട്. W ലെസ് ദാൻ ഇ ഇൻറ്റു പി ആകുമ്പോൾ ഉള്ള ഈറ്റ ബിയുടെ ഇക്വേഷൻ ഉണ്ട്. നിങ്ങൾക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ ഒന്നും കൂടെ ഇത് ക്ലിയർ ആകും. ഓക്കെ, അത് കഴിഞ്ഞിട്ട് എസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പെനട്രേഷൻ പെർ ബ്ലോ ഓർ ഫൈനസ് സെറ്റ് ഇൻ സെൻറ്റിമീറ്റർ. നമ്മൾ ആ ഹാമർ വെച്ചിട്ട് ബ്ലോ ചെയ്യുമ്പം എത്രത്തോളം ഇത് ഗ്രൗണ്ട് ലെവലിലേക്ക് പെനട്രേറ്റ് ചെയ്ത് പൈൽ പോകുന്നുണ്ടെന്ന് ഉള്ള ആ ഒരു ഡിസ്പ്ലേസ്മെൻറ്റ് ഓർ ഡിഫ്ലക്ഷനാണ് നമ്മൾ എസ് എന്ന് പറയുന്നത്. And C is the sum of temporary elastic compression of the pile, dolly, packings and ground in centimeter, and C is equal to C1 plus C2 plus C3. മൂന്ന് കമ്പോണൻസും കൂടി ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് ടെമ്പററി ഇലാസ്റ്റിക് കംപ്രഷൻ്റെ വാല്യൂ കിട്ടുന്നത്. സോ C1 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടെമ്പററി കംപ്രഷൻ ഓഫ് ഡോളി ആൻഡ് പാക്കിംഗ് ഇക്വേഷൻ ഉണ്ട്. C1 ഈസ് ഈക്വൽ ടു, അത് ഡോളി ഇല്ലെങ്കിൽ, ഡോളി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പൈൽ ടോപ്പിൻ്റെ ആ പൈൽ ക്യാപ്പിൻ്റെ മുകളിലായിട്ട് കൊടുക്കുന്ന ഈ ഒരു പാർട്ടിനെയാണ് നമ്മൾ ഡോളി എന്ന് പറയുന്നത്. അതായത് ഈ ഹാമർ ഡയറക്റ്റ്ലി നമ്മൾ ഹിറ്റ് ചെയ്യുന്ന ആ ഒരു പാർട്ടിനെയാണ് ഡോളി എന്ന് പറയുന്നത്. സോ ഡോളി ഇല്ലാത്ത കേസിലുള്ള C1ൻ്റെ ഇക്വേഷനാണ് 1.77 ഇൻറ്റു R ബൈ എ. ആൻഡ് വിത്ത് ഡോളി ഉള്ള കേസിൽ C1ൻ്റെ ഇക്വേഷനാണ് C1 ഈസ് ഈക്വൽ ടു 9.05 ഇൻറ്റു R ബൈ എ. ഈ R ബൈ എ എന്താണെന്ന് പറയാം. R എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പൈൽ റെസിസ്റ്റൻസ് ആണ്. എ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്രോസ് സെക്ഷൻ ഓഫ് ദ പൈൽ ഇൻ സെൻറ്റിമീറ്റർ സ്ക്വയർ. ഈ R ഈസ് ദ പൈൽ റെസിസ്റ്റൻസ് ഇൻ ടൺസ് ആണ്. ആൻഡ് C2 വന്നിട്ട് ടെമ്പററി കംപ്രഷൻ ഓഫ് പൈൽ. ഓക്കെ, C2ൻ്റെ ഇക്വേഷനാണ് 0.657 ഇൻറ്റു R ഇൻറ്റു എൽ ബൈ എ. ആൻഡ് C3 വന്നിട്ട് ടെമ്പററി കംപ്രഷൻ ഓഫ് ഗ്രൗണ്ട് ആണ്. ദാറ്റ് ഈസ് ഇക്വേഷൻ വന്നിട്ട് C3 ഈസ് ഈക്വൽ ടു 3.55 ഇൻറ്റു R ബൈ എ. ഇവിടെ R എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പൈൽ റെസിസ്റ്റൻസ് ഇൻ ടൺസ് ആണ്. സോ നമ്മൾ ആദ്യമേ പറഞ്ഞു എന്താണ് നമ്മൾ അസ്യൂം ചെയ്യുന്നത് എന്താണ്? ഇറ്റ് ഈസ് അസ്യൂംഡ് ദാറ്റ് ദ ലോഡ് ക്യാരിയിങ് കപ്പാസിറ്റി ഓഫ് ദ പൈൽ ഈസ് ഈക്വൽ ടു ദ ഡൈനാമിക് റെസിസ്റ്റൻസ് ഡ്യൂറിങ് ഡ്രൈവിംഗ്. അപ്പോൾ ഈ പൈൽ റെസിസ്റ്റൻസ് ഓർ ഡൈനാമിക് റെസിസ്റ്റൻസിനോട് ഈക്വൽ ആണ്. ദാറ്റ് ഈസ് R എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പൈൽ റെസിസ്റ്റൻസ് ഓർ ഡൈനാമിക് റെസിസ്റ്റൻസ് ഇത് എന്തിനോട് ഈക്വൽ ആണ്? അൾട്ടിമേറ്റ് ലോഡ് ക്യാരിയിങ് കപ്പാസിറ്റി QUനോട് ഈക്വൽ ആണ്. അതാണ് ഇവിടെ R ഈസ് ഈക്വൽ ടു QU എന്ന് കൊടുത്തിരിക്കുന്നത്. ദാറ്റ് ഈസ് ദ ഡൈനാമിക് റെസിസ്റ്റൻസ് ഓർ പൈൽ റെസിസ്റ്റൻസ് ഇൻ ടൺസ് ഈസ് ഈക്വൽ ടു ദ അൾട്ടിമേറ്റ് ലോഡ് ക്യാരിയിങ് കപ്പാസിറ്റി QU ഓഫ് ദ പൈൽ. സോ ഈ ഇക്വേഷനിൽ ആറിന് പകരം നമുക്ക് QUൻ്റെ വാല്യൂ കൊടുത്താൽ മതി. R ഈസ് ഈക്വൽ ടു QU ആണ്. നമ്മൾ അങ്ങനെയാണ് അസ്യൂം ചെയ്തിരിക്കുന്നത്. അപ്പം ഇവിടെ നമുക്ക് കാണാതെ പഠിക്കേണ്ട ഇക്വേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെയിൻലി ഈ മോഡിഫൈഡ് ഹൈലി ഫോർമുലയുടെ അൾട്ടിമേറ്റ് ലോഡ് ക്യാരിങ് കപ്പാസിറ്റി QUൻ്റെ ഇക്വേഷൻ കാണാതെ പഠിക്കുക. W ഇൻറ്റു എച്ച് ഇൻറ്റു ഈറ്റ ബി ഇൻറ്റു ഈറ്റ എച്ച് ഹോൾ ഡിവൈഡഡ് ബൈ എസ് പ്ലസ് ഇ ബൈ 2. ഇതിൽ ഓരോ ടേമും എന്താണെന്ന് നോക്കുക. അതേപോലെ ഈറ്റ ബി എഫിഷ്യൻസി ഓഫ് ഹാമർ ബ്ലോയ്ക്ക് രണ്ട് കേസ് വരുന്നുണ്ട്. അതായത് വെയിറ്റ് ഓഫ് ഹാമർ ഗ്രേറ്റർ ദാൻ ഇ ഇൻറ്റു പി ആണെങ്കിൽ ഈറ്റ ബിക്ക് ഈ ഒരു ഇക്വേഷനാണ്. അതേപോലെ വെയിറ്റ് ഓഫ് ഹാമർ ലെസ് ദാൻ ഇ ഇൻറ്റു പി ആണെങ്കിൽ ഈറ്റ ബിക്ക് ഈ ഒരു ഇക്വേഷനാണ്. ഈ രണ്ട് ഇക്വേഷനും നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്ത് വെക്കുക. നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പം ഡബ്ല്യുവും ഇ ഇൻറ്റു പി, അതായത് കോഎഫിഷ്യൻ്റ് ഓഫ് റെസ്റ്റിറ്റ്യൂഷൻ ഇൻറ്റു പി ഈസ് ദ വെയിറ്റ് ഓഫ് പൈൽ പ്ലസ് പൈൽ ക്യാപ്പ് ആണ്. ഇത് രണ്ടും കണ്ടുപിടിച്ചിട്ട് ഇതിലേതാണോ ഗ്രേറ്റർ എന്ന് നോക്കും. സോ ആ രണ്ട് കേസ് വെച്ചിട്ടാണ് നമ്മൾ അതിലേത് കേസാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക. അതിൽ നിന്ന് ഒരു കേസ് എടുത്തിട്ടാണ് നമ്മൾ ഈറ്റ ബിയുടെ വാല്യൂസ് കണ്ടുപിടിക്കുന്നത്. ആൻഡ് പിന്നെ വന്നിട്ട് ടെമ്പററി ഇലാസ്റ്റിക് കംപ്രഷൻ ആണ്. അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ C1 പ്ലസ് C2 പ്ലസ് C3 ആണ്. C1 തന്നെ രണ്ട് കേസ് വരുന്നുണ്ട്. വിത്തൗട്ട് ഡോളിയും ഉണ്ട്, വിത്ത് ഡോളിയും ഉണ്ട്. സോ വിത്തൗട്ട് ഡോളി വരുന്ന കേസിലുള്ള ഇക്വേഷനാണ് C1 ഈസ് ഈക്വൽ ടു 1.77 ഇൻറ്റു R ഓർ QU ബൈ എ. ആൻഡ് വിത്ത് ഡോളി വരുന്ന കേസിലെ ഇക്വേഷനാണ് C1ൻ്റെത്. C1 ഈസ് ഈക്വൽ ടു 9.05 ഇൻറ്റു R ബൈ എ. ആൻഡ് C2 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടെമ്പററി കംപ്രഷൻ ഓഫ് പൈൽ ആണ്. ഇക്വേഷൻ വന്നിട്ട് C2 ഈസ് ഈക്വൽ ടു 0.657 ഇൻറ്റു R ഇൻറ്റു എൽ ഡിവൈഡഡ് ബൈ എ. ആൻഡ് C3 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടെമ്പററി കംപ്രഷൻ ഓഫ് ഗ്രൗണ്ട് ആണ്. C3യുടെ ഇക്വേഷൻ വന്നിട്ട് C3 ഈസ് ഈക്വൽ ടു 3.55 ഇൻറ്റു R ബൈ എ. അപ്പോൾ ഇത്രയും ഇക്വേഷൻ നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്ത് വെക്കണം. ഇതിൽ R ഈസ് ഈക്വൽ ടു QU ആണ് നമ്മൾ പറഞ്ഞു. Pile resistance or dynamic resistance is assumed to be equal to the ultimate load carrying capacity of the pile.
സോ ആർ ഈസ് ഇക്വൽ ടു ക്യു യു. ഇവിടെ ഈ ആറിൻ്റെയൊക്കെ ഇവിടെ നമ്മൾ ക്യു യുവിൻ്റെ വാല്യൂ കൊടുത്തിരുന്നാൽ മതി. അപ്പോൾ നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി മനസ്സിലാകും. നമുക്കൊരു പ്രോബ്ലം നോക്കാം. എ പ്രീകാസ്റ്റ് കോൺക്രീറ്റ് പൈൽ 35 cm by 35 cm is driven by a single acting steam hammer. Estimate the allowable load using Hiley's formula. Factor of safety is equal to 4. Use the following data. Maximum rated energy is equal to 3500 kilonewton centimeter. Weight of hammer is equal to 35 kilonewton. Length of pile is equal to 15 meter. And efficiency of hammer is equal to 0.8. Coefficient of restitution equal to 0.5. Weight of pile cap is equal to 3 kilonewton. Number of blows for last 25.4 mm is equal to 6. And modulus of elasticity of concrete is equal to 2 into 10 raised to 7 kilonewton per meter square. Assume any other data if required. Take the weight of pile as 73.5 kilonewton. സോ നമുക്കിവിടെ 35 cm by 35 cm ആയിട്ടുള്ള ഒരു സ്ക്വയർ കോൺക്രീറ്റ് പൈൽ തന്നിട്ടുണ്ട്. ആൻഡ് അവിടെ നമുക്ക് ഈ പൈലിലുള്ള അലൗബിൾ ലോഡാണ് കണ്ടുപിടിക്കേണ്ടത്. ഫാക്ടർ ഓഫ് സേഫ്റ്റി, അതേപോലെ നമുക്ക് വേണ്ട വാല്യൂസ് എല്ലാം ഇവിടെ തന്നിട്ടുണ്ട്. ആൻഡ് ഇൻ കേസ് എന്തെങ്കിലും വാല്യൂസ് ഇല്ലെങ്കിൽ അത് നമുക്ക് അസ്യൂം ചെയ്ത് എടുക്കാവുന്നതാണ്. സോ നമുക്ക് ഈ പ്രോബ്ലം എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. സോ നമ്മുടെ മോഡിഫൈഡ് ഹൈലി ഇക്വേഷൻ വന്നിട്ട് ഫോർമുല വന്നിട്ട് ക്യു യു ഈസ് ഇക്വൽ ടു ഡബ്ല്യു ഇൻറ്റു എച്ച് ഇൻറ്റു ഈറ്റ എച്ച് ഇൻറ്റു ഈറ്റ ബി ഹോൾ ഡിവൈഡഡ് ബൈ എസ് പ്ലസ് ഇ ബൈ 2. ഓക്കെ, ഇതാണ് നമ്മുടെ മെയിൻ ഇക്വേഷൻ. നമുക്ക് തന്നിരിക്കുന്നത് എന്തൊക്കെയാണ്? വെയിറ്റ് ഓഫ് ഹാമർ തന്നിട്ടുണ്ട്, അതെന്താണ്? ഡബ്ല്യു. ആൻഡ് ലെങ്ത് ഓഫ് പൈൽ തന്നിട്ടുണ്ട് L 15 മീറ്റർ. എഫിഷ്യൻസി ഓഫ് ഹാമർ ഈറ്റ എച്ച് തന്നിട്ടുണ്ട്. എഫിഷ്യൻസി ഓഫ് ഹാമർ ഈറ്റ എച്ച് ഈക്വൽ ടു 0.8. ആൻഡ് കോഎഫിഷ്യൻറ്റ് ഓഫ് റെസ്റ്റിറ്റ്യൂഷൻ ഇ ഈസ് ഈക്വൽ ടു 0.5 തന്നിട്ടുണ്ട്. അതേപോലെ വെയിറ്റ് ഓഫ് പൈൽ ക്യാപ്പ് തന്നിട്ടുണ്ട്, വെയിറ്റ് ഓഫ് പൈലും തന്നിട്ടുണ്ട്. സോ പി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? വെയിറ്റ് ഓഫ് പൈൽ പ്ലസ് വെയിറ്റ് ഓഫ് പൈൽ ക്യാപ്പ് ആണ്. നിങ്ങൾ എവിടെയെങ്കിലും നോട്ട് ചെയ്ത് വെക്കുക. പി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെയിറ്റ് ഓഫ് പൈൽ പ്ലസ് വെയിറ്റ് ഓഫ് പൈൽ ക്യാപ്പ് ആണ്. സോ നമ്മുടെ ക്വസ്റ്റ്യനിൽ വെയിറ്റ് ഓഫ് പൈൽ ക്യാപ്പും തന്നിട്ടുണ്ട്, വെയിറ്റ് ഓഫ് പൈലും തന്നിട്ടുണ്ട്. സോ 73.5 പ്ലസ് 3 കിലോ ന്യൂട്ടനെയാണ് നമ്മൾ പീൻ്റെ വാല്യൂ ആയിട്ട് എടുക്കുന്നത്. ദാറ്റ് ഈസ് 76.5 കിലോ ന്യൂട്ടൺ എന്ന് കിട്ടും. ഓക്കെ, അതേപോലെ നമ്പർ ഓഫ് ബ്ലോസ് ഫോർ ലാസ്റ്റ് 25.4 mm ഈസ് ഈക്വൽ ടു 6 എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് നമ്മൾ എസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതെന്താണ്? നമ്പർ ഓഫ് ബ്ലോസ് ഫോർ ലാസ്റ്റ് 25.4 mm. ഇതെന്താണ്? ആ പെനട്രേഷൻ്റെ ആണ് നമ്മൾ 25.4 mm, അത്രയും ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. അപ്പോൾ അതിന് എത്ര ബ്ലോസ് ആണ് കൊടുത്തിരിക്കുന്നത്? 6 ബ്ലോസ് കൊടുത്തപ്പോൾ 25.4 mm ഡിസ്പ്ലേസ് ചെയ്ത് താഴേക്ക് പോയി. സോ അത് എന്താണ്? എസ് ആണ്. എസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? പെനട്രേഷൻ പെർ ബ്ലോ ഓർ ഫൈനൽ സെറ്റ്. സോ ഇവിടെ എസിൻ്റെ വാല്യൂ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? പെനട്രേഷൻ പെർ ബ്ലോ, ദാറ്റ് ഈസ് 25.4 mm ഡിവൈഡഡ് ബൈ 6നെയാണ് നമ്മൾ എസ് ആയിട്ട് എടുക്കുന്നത്, അതായത് പെനട്രേഷൻ പെർ ബ്ലോ. സോ അത് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് വേണ്ട വാല്യൂസ് എല്ലാം ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. സോ നമ്മൾ പിയുടെ വാല്യൂ കണ്ടുപിടിച്ചു. പി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെയിറ്റ് ഓഫ് പൈൽ പ്ലസ് വെയിറ്റ് ഓഫ് പൈൽ ക്യാപ്പ് ആണ്. നമുക്കത് 76.5 കിലോ ന്യൂട്ടൺ കിട്ടി. നെക്സ്റ്റിന് എന്താണ്? ഈ ഡബ്ല്യുവും ഇ പിയും എങ്ങനെയാണ് അത് ഗ്രേറ്റർ ആണോ ലെസ്സർ ആണോ നോക്കാം. സോ അത് നമുക്ക് ഡബ്ല്യുവിൻ്റെ വാല്യൂ ഉണ്ട് 35 കിലോ ന്യൂട്ടൺ. ഇനി ഇ ഇൻറ്റു പി കണ്ടുപിടിച്ചാൽ മതി. സോ ഇ ഇൻറ്റു പി എടുക്കാമല്ലോ. ഇ ഇൻറ്റു പി ഈസ് ഇക്വൽ ടു ഇയുടെ വാല്യൂ ഉണ്ട്, എന്താണ്? കോഎഫിഷ്യൻ്റ് ഓഫ് റെസ്റ്റിറ്റ്യൂഷൻ്റെ വാല്യൂ ഉണ്ട് 0.5 ആൻഡ് പിയുടെ വാല്യൂ ഉണ്ട് 76.5. സോ അത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് 38.25 കിലോ ന്യൂട്ടൺ എന്നാണ് കിട്ടുന്നത്. അതിനർത്ഥം എന്താണ്? ഈ ഡബ്ല്യുവിൻ്റെ വാല്യൂ ഇ പിയെക്കാട്ടിലും ലെസ്സർ ആണ്. ഡബ്ല്യു ലെസ് ദാൻ ഇ പി. സോ നമ്മുടെ കേസ് ഏതാണ്? ഡബ്ല്യു ലെസ് ദാൻ ഇ പി വരുമ്പോൾ ഈറ്റ ബി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് ഡബ്ല്യു പ്ലസ് ഇ സ്ക്വയർ പി ഹോൾ ഡിവൈഡഡ് ബൈ ഡബ്ല്യു പ്ലസ് പി മൈനസ് ഡബ്ല്യു മൈനസ് ഇ പി ഹോൾ ഡിവൈഡഡ് ബൈ ഡബ്ല്യു പ്ലസ് പി ദ ഹോൾ സ്ക്വയർ. സോ ഈ ഇക്വേഷൻ വെച്ചിട്ട് നമ്മൾ ഈറ്റ ബി കണ്ടുപിടിക്കാം. അപ്പോൾ ഈറ്റ ബി നമ്മൾ കണ്ടുപിടിക്കുകയാണ്. അപ്പോൾ ഡബ്ല്യുവിൻ്റെ വാല്യൂ നമ്മുടെ കയ്യിലുണ്ട്. ഡബ്ല്യുവിൻ്റെ വാല്യൂ 35, ഇയുടെ വാല്യൂ ഉണ്ട് 0.5 ആൻഡ് പിയുടെ വാല്യൂ ഉണ്ട് 76.5. ഓക്കെ, അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ ഈറ്റ ബിയുടെ വാല്യൂ കണ്ടുപിടിച്ചു. നമുക്ക് 0.4845 എഫിഷ്യൻസി ആണ് ഈറ്റ ബി. എഫിഷ്യൻസി ഓഫ് ഹാമർ ബ്ലോ ആണ് ഈറ്റ ബി. സോ ഈറ്റ ബിൻ്റെ ഇക്വേഷൻ വാല്യൂ കിട്ടി. ഇനി നമുക്ക് ഇക്വേഷൻ 1 അതായത് നമ്മുടെ ബേസിക് ഇക്വേഷൻ ക്യു യുവിലേക്ക് വാല്യൂസ് എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അതായത് ക്യു യു ഈസ് ഇക്വൽ ടു
ഓക്കെ, പ്ലസ് ഒരു കാര്യം പറയാനുണ്ട്. ഈ W ഇൻറ്റു എച്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റേറ്റഡ് എനർജിയാണ്. അതായത് W ഇൻറ്റു എച്ച് ഈസ് ദ റേറ്റഡ് എനർജി ഇൻ കിലോ ന്യൂട്ടൺ സെൻറ്റിമീറ്റർ. സോ അത് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. ഈ നമ്മുടെ ഇക്വേഷനിലെ, അതായത് ഈ ഇക്വേഷനിലെ W ഇൻറ്റു എച്ച്, വെയിറ്റ് ഓഫ് ഹാമർ ഇൻറ്റു ഹൈറ്റ് ഓഫ് റാം ഡ്രോപ്പ്, അതിനെ ഒരുമിച്ച് പറയുന്നതാണ് റേറ്റഡ് എനർജി. എൻ്റെ യൂണിറ്റ് വന്നിട്ട് കിലോ ന്യൂട്ടൺ സെൻറ്റിമീറ്റർ ആണ്. സോ നമ്മുടെ ക്വസ്റ്റ്യനിൽ ആ ഹൈറ്റ് ഓഫ് ഹാമർ ഡ്രോപ്പ് റാം ഡ്രോപ്പ് തന്നിട്ടില്ല. പകരം എന്ത് തന്നിട്ടുണ്ട്? മാക്സിമം റേറ്റഡ് എനർജി തന്നിട്ടുണ്ട്. സോ ഇവിടെ നമുക്ക് എച്ചിൻ്റെ വാല്യൂ ഡയറക്റ്റ്ലി തന്നിട്ടില്ല, ബട്ട് നമ്മുടെ കയ്യിൽ ഡബ്ല്യൂൻ്റെ വാല്യൂ ഉണ്ട്. സോ അത് വെച്ചിട്ട് നമുക്ക് എച്ചിൻ്റെ വാല്യൂ തന്നിട്ടില്ലാത്തതുകൊണ്ട് ഈ ഡബ്ല്യൂ വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ W ഇൻറ്റു എച്ച് ഇത് കമ്പൈൻ ചെയ്തിട്ടുള്ള വാല്യൂ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. എന്താണത്? 3500 കിലോ ന്യൂട്ടൺ സെൻറ്റിമീറ്റർ. സോ നമ്മൾ WHന് പകരം ഇത് കമ്പൈൻ ചെയ്ത് WHന് കമ്പൈൻ ചെയ്ത് നമ്മൾ 3500 എന്ന് കൊടുക്കും. അപ്പോൾ W ഇൻറ്റു എച്ചിനെ നമ്മൾ റേറ്റഡ് എനർജി എന്നാണ് പറയുന്നത്. ഇതിൻ്റെ യൂണിറ്റ് വന്നിട്ട് കിലോ ന്യൂട്ടൺ സെൻറ്റിമീറ്റർ. സോ നമ്മുടെ ഈ ക്വസ്റ്റ്യനിൽ ഹൈറ്റ് ഓഫ് റാം ഡ്രോപ്പ് ഓർ ഹാമർ ഡ്രോപ്പ് എച്ച് തന്നിട്ടില്ല. സോ ഇവിടെ എന്ത് തന്നിട്ടുണ്ട്? അതിന് പകരം റേറ്റഡ് എനർജി, അതായത് W ഇൻറ്റു എച്ചും ഡബ്ല്യൂയും കൂടെ കമ്പൈൻ ചെയ്തിട്ടുള്ള വാല്യൂ തന്നിട്ടുണ്ട്. സോ ആ വാല്യൂ നമുക്ക് നമ്മുടെ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മതി. അതാണ് ഇവിടെ 3500 എന്ന് എഴുതിയേക്കുന്നത്. ഇൻറ്റു എന്താണ് ബാക്കി? എന്താണ്? ഈറ്റ എച്ച് വന്നിട്ട് 0.8. നമ്മൾ 0.8 കൊടുത്തു. അപ്പോൾ 3500 ഇൻറ്റു 0.8 ഇൻറ്റു ഈറ്റ ബിയുടെ വാല്യൂ ഉണ്ട് 0.4845, അതും നമ്മൾ കൊടുത്തു. പിന്നെ എസിൻ്റെ വാല്യൂ എന്താണ്? എസ് ഈസ് ദ പെനട്രേഷൻ പെർ ബ്ലോ. ഇവിടെ നമ്മൾ ഈ 3500 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കിലോ ന്യൂട്ടൺ സെൻറ്റിമീറ്റർ ആണ് യൂണിറ്റ് വരുന്നത്. സെൻറ്റിമീറ്റർ ആയതുകൊണ്ട് നമ്മുടെ ഈ 25.4 mm നമ്മൾ സെൻറ്റിമീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്തു. അപ്പോൾ എസ് എന്ത് വരും? നമുക്ക് എസ് അറിയാം, പെനട്രേഷൻ പെർ ബ്ലോ ആയിരുന്നു 25.4 ഡിവൈഡഡ് ബൈ 6 ആയിരുന്നു. സോ നമ്മൾ ആ mmനെ സെൻറ്റിമീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്താണ് 2.54 സെൻറ്റിമീറ്റർ ഡിവൈഡഡ് ബൈ 6. എസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പെനട്രേഷൻ പെർ ബ്ലോ ആണ്. നമ്മുടെ ക്വസ്റ്റ്യനിൽ 6 ബ്ലോസ് കൊടുത്തപ്പം ആ ഡിസ്പ്ലേസ് ചെയ്ത പെനട്രേറ്റ് ചെയ്ത വാല്യൂ ആണ് 25.4 mm. ആ mmനെ നമ്മൾ സെൻറ്റിമീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടാണ് എസ് എഴുതിയത്. സോ നമ്മൾ എസിൻ്റെ വാല്യൂയും നമ്മുടെ ഇക്വേഷനിൽ കൊടുത്തു 2.54 ബൈ 6 പ്ലസ് C/2. ഇനി നമുക്ക് കംപ്രഷൻ്റെ വാല്യൂ, സിയുടെ വാല്യൂ കണ്ടുപിടിക്കണം. സോ സിയുടെ വാല്യൂ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? C = C1 പ്ലസ് C2 പ്ലസ് C3. അപ്പോൾ ഈ 3 C1, C2, C3 കണ്ടുപിടിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ഈ ടെമ്പററി ഇലാസ്റ്റിക് കംപ്രഷൻ C കണ്ടുപിടിക്കാൻ പറ്റൂ. ആ വാല്യൂ നമ്മുടെ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് അലോബിൾ ലോഡ് QUൻ്റെ വാല്യൂ കൊടുത്തു. ഇനി ഇവിടെ നമുക്ക് C1 കണ്ടുപിടിക്കാൻ നമുക്ക് 2 കേസ് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലേ. C1 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിത്തൗട്ട് ഡോളി ഉള്ള കേസിലെ ഇക്വേഷനും ഉണ്ട്, വിത്ത് ഡോളി ഉള്ള കേസിലെ ഇക്വേഷനും ഉണ്ട്. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് തന്നിട്ടില്ലാത്ത ഡേറ്റാസ് നമുക്ക് അസ്യൂം ചെയ്യാമെന്ന്. അപ്പോൾ നിങ്ങൾക്കത് ഇഷ്ടമുള്ള പോലെ അസ്യൂം ചെയ്യാം. സോ ഇവിടെ നമ്മൾ ക്വസ്റ്റ്യനിൽ ഇവിടെ ആൻസർ ചെയ്യുമ്പോൾ അസ്യൂം ചെയ്യുന്നത് വിത്ത് ഡോളി ആയിട്ടാണ് നമ്മൾ അസ്യൂം ചെയ്യുന്നത്. അപ്പം അസ്യൂമിങ് ഡ്രൈവിംഗ് ഈസ് വിത്ത് ഡോളി. സോ C1ൻ്റെ ഇക്വേഷൻ എന്ത് വരും? വിത്ത് ഡോളി വരുമ്പോൾ C1ൻ്റെ ഇക്വേഷൻ 9.05 ഇൻറ്റു R ബൈ എ. സോ 9.05 ഇൻറ്റു R ബൈ എ. എ എന്താണ്? ഏരിയ. ഇവിടെ ഡയമെൻഷൻ തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ 35 സെൻറ്റിമീറ്റർ ബൈ 35 സെൻറ്റിമീറ്റർ. സോ 9.05 ഇൻറ്റു R ബൈ 35 ഇൻറ്റു 35. അത് നമ്മൾ ഇക്വേഷൻ എ ആയിട്ട് കൊടുത്തു. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് C2 കണ്ടുപിടിക്കണം. C2ൻ്റെ ഇക്വേഷൻ അറിയാം 0.657 ഇൻറ്റു R ഇൻറ്റു ഡി ബൈ എ. ഓക്കെ, C2ൻ്റെ ഇക്വേഷൻ വന്നിട്ട് 0.657 ഇൻറ്റു R ഇൻറ്റു എൽ ബൈ എ ആണ്. ഇത് ഡി അല്ല, എൽ ആണ്, ലെങ്ത് ആണ്. സോ നമുക്ക് ലെങ്ത് ഓഫ് പൈൽ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ലെങ്ത് ഓഫ് പൈൽ ഈസ് ഈക്വൽ ടു 15 മീറ്റർ എന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. സോ നമ്മൾ 0.657 ഇൻറ്റു R ഇൻറ്റു 15 ബൈ എ വന്നിട്ട് 35 ഇൻറ്റു 35. സോ അത് നമ്മൾ ഇക്വേഷൻ ബി ആയിട്ട് കൊടുത്തു. ഇനി നെക്സ്റ്റ് C3 വന്നിട്ട് ഇക്വേഷൻ 3.55 ഇൻറ്റു R ബൈ എ, ദറ്റ് ഈസ് R ബൈ 35 ഇൻറ്റു 35. അത് നമ്മൾ ഇക്വേഷൻ സി ആയിട്ട് കൊടുത്തു. ഇനി ഈ C1, C2, C3 ഈ ഇക്വേഷനിലേക്ക് കൊടുക്കുകയാണ്. C = C1 പ്ലസ് C2 പ്ലസ് C3യിലേക്ക്. അത് ചെയ്യുമ്പോൾ നമുക്ക് C = 0.018 ഇൻറ്റു R എന്ന് കിട്ടും. സോ ഇവിടെ R എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പൈൽ റെസിസ്റ്റൻസ് ഇൻ ടൺസ് ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞു R ഈസ് ദ പൈൽ റെസിസ്റ്റൻസ് ഇൻ ടൺസ്. ഓർ R നമ്മൾ എങ്ങനെയാണ് അസ്യൂം ചെയ്തിരിക്കുന്നത്? R ഈസ് ഈക്വൽ ടു പൈൽ റെസിസ്റ്റൻസ് ഓർ ഡൈനാമിക് റെസിസ്റ്റൻസ് ഈസ് അസ്യൂംഡ് ടു ബി ഈക്വൽ ടു ദ ലോഡ് ക്യാരിങ് കപ്പാസിറ്റി QU ഓഫ് ദ പൈൽ. ദാറ്റ് ഈസ് R ഈസ് ഈക്വൽ ടു QU എന്ന് കൊടുത്തിട്ടുണ്ട്.
സോ നമുക്കിവിടെ ഫൈനലി കിട്ടിയ ഇക്വേഷൻ 0.018 ഇൻറ്റു ആർ എന്നാണ്. സോ നമ്മൾ അത് ക്യു യു ആയിട്ട് ആറിനെ ആർ ഈസിക്കൽ ടു ക്യു യു ആയതുകൊണ്ട് സി ഈസിക്കൽ ടു 0.018 ഇൻറ്റു ക്യു യു എന്ന് കൊടുക്കാം. ഇവിടെ ക്യു യു ടൺസിലാണ്. സോ നമുക്ക് ഓക്കെ, അപ്പോൾ ക്യു യു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടൺസിലാണ് കൊടുക്കേണ്ടത്. പക്ഷേ നമ്മുടെ കയ്യിലുള്ള ക്യു യുവിൻ്റെ ഇക്വേഷൻ എന്താണ്? കിലോ ന്യൂട്ടണിലാണ് വരുന്നത്. കാരണം ഈ 3500 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കിലോ ന്യൂട്ടൺ സെൻറ്റിമീറ്ററിലാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ നമുക്ക് ഈ ക്യു യു ഓർ ആർ എന്തിലാണ് വേണ്ടത്? ടൺസിലാണ് വേണ്ടത്. പൈൽ റെസിസ്റ്റൻസ് ഇൻ ടൺസ് ആണ്. ബട്ട് നമ്മുടെ കയ്യിലുള്ള ഇക്വേഷനിൽ ക്യു യു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കിലോ ന്യൂട്ടണിലാണ് കിടക്കുന്നത്. സോ ഈ കിലോ ന്യൂട്ടനെ ടൺ ആയിട്ട് കൺവേർട്ട് ചെയ്യണം. സോ ഈ കിട്ടിയ ഇക്വേഷൻ സി ഈസിക്കൽ ടു 0.018 ഇൻറ്റു ക്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കിലോ ന്യൂട്ടണിലാണ്. അതിനെ നമുക്ക് ടൺസിലേക്ക് കൺവേർട്ട് ചെയ്യണം. സോ ഈ ഇക്വേഷനെ ഹോൾ ഡിവൈഡഡ് ബൈ 10 ചെയ്യുക. ദാറ്റ് ഈസ് 0.018 ബൈ 10 ചെയ്യുമ്പോൾ നമുക്ക് ടൺസിലേക്ക് കൺവേർട്ട് ആകും. ദാറ്റ് ഈസ് സി ഈസിക്കൽ ടു 0.0018 ഇൻറ്റു ക്യൂ യു എന്ന് കിട്ടും. സോ ഈ ഇക്വേഷൻ ടൺസിലാണ് വരുന്നത്. സോ നമുക്ക് സിയുടെ വാല്യൂ കിട്ടി. സോ ഈ സിയുടെ വാല്യൂ നമുക്ക് നമ്മൾ നേരത്തെ ചെയ്ത ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാമല്ലോ. അതായത് ഇക്വേഷൻ 2ലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാമല്ലോ. അതായത് ക്യു യു ഈസിക്കൽ ടു 3500 ഇൻറ്റു 0.8 ഇൻറ്റു 0.484 ഡിവൈഡഡ് ബൈ 2.54 ബൈ 6 പ്ലസ് സി ബൈ 2. ഈ സിയിലേക്ക് നമുക്ക് ഈ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് ക്യു യുവിൻ്റെ വാല്യൂ 1016 കിലോ ന്യൂട്ടൺ എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ നിങ്ങൾ കാൽക്കുലേറ്ററിൽ സോൾവ് ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് അൾട്ടിമേറ്റ് ലോഡ് കിട്ടി. ഇനി അലൗബിൾ ലോഡ് ഓർ സേഫ് ലോഡ് കണ്ടുപിടിക്കണം. സോ എന്താണ് അലൗബിൾ ലോഡ് ഓർ സേഫ് ലോഡ് കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് ക്യു യു കിട്ടിയ ക്യു യു ബൈ ഫാക്ടർ ഓഫ് സേഫ്റ്റി. ഫാക്ടർ ഓഫ് സേഫ്റ്റിയൊക്കെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 4 എന്ന്. സോ ഫാക്ടർ ഓഫ് സേഫ്റ്റി കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ക്യു യു ബൈ 4 ചെയ്യുമ്പോൾ, അതായത് ക്യു യു ബൈ ഫാക്ടർ ഓഫ് സേഫ്റ്റി ചെയ്യുമ്പോൾ നമുക്ക് അലൗബിൾ ലോഡ് ഓർ സേഫ് ലോഡ് കിട്ടും. ദാറ്റ് ഈസ് 254 കിലോ ന്യൂട്ടൺ എന്ന് കിട്ടും. സോ നമ്മുടെ ഈ ക്വസ്റ്റ്യനിൽ നമുക്കൊരു സ്ക്വയർ കോൺക്രീറ്റ് പൈൽ തന്നിട്ടുണ്ട്. അതിൻ്റെ മാക്സിമം റേറ്റഡ് എനർജി, ഹാമർ വെയിറ്റ്, പൈൽ ലെങ്ത്, എഫിഷ്യൻസി ഓഫ് ഹാമർ, ഈ വാല്യൂ, പൈൽ ക്യാപ് വെയിറ്റ്, അതേപോലെ നമ്പർ ഓഫ് ബ്ലോസ്, മോഡുലസ് ഓഫ് ഇലാസ്റ്റിറ്റി, ഇങ്ങനെ കുറേ ഡേറ്റാസ് തന്നിട്ടുണ്ട്. സോ ഇതിൻ്റെ നമുക്ക് ഈ പൈലിൻ്റെ അലൗബിൾ ലോഡാണ് കണ്ടുപിടിക്കേണ്ടത്. സോ അലൗബിൾ ലോഡ് ഓർ സേഫ് ലോഡ്, ദാറ്റ് ഈസ് ക്യു എ, അലൗബിൾ ലോഡ് ഓർ സേഫ് ലോഡ് ക്യു എ ഈസിക്കൽ ടു അൾട്ടിമേറ്റ് ലോഡ് ക്യു യു ബൈ ഫാക്ടർ ഓഫ് സേഫ്റ്റി ആണ്. സോ നമുക്ക് ആദ്യം ഇത് ഈ ഒരു ഡേറ്റാസ് തന്നേക്കുമ്പോൾ തന്നെ അറിയാം ഈ വേണ്ടത് ഡബ്ല്യുവും ഇ ഇൻറ്റു പിയും തമ്മിലുള്ള റിലേഷനാണ് കണ്ടുപിടിക്കേണ്ടത്. ഇത് ഈ ഒരു റിലേഷൻ ഗ്രേറ്റർ ആണോ ലെസർ ആണോ നോക്കിയിട്ട് വേണം എഫിഷ്യൻസി ഓഫ് ഹാമർ ബ്ലോ ഈറ്റ ബി കണ്ടുപിടിക്കാൻ. സോ നിങ്ങൾ ആ ഇത് റിലേഷൻ നോക്കിയിട്ട് ഈറ്റ ബിക്ക് വേണ്ട ഇക്വേഷൻ വെച്ച് കണ്ടുപിടിക്കുക. ആൻഡ് നമ്മൾ ആ വാല്യൂസ് എല്ലാം ഈ നമ്മുടെ ബേസിക് ഇക്വേഷൻ ക്യു യുയിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് അതിൽ നിന്ന് സിയുടെ വാല്യൂ കണ്ടുപിടിക്കണം. അപ്പോൾ സി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സി ഈസിക്കൽ ടു എന്താണ്? C1 പ്ലസ് C2 പ്ലസ് C3. അപ്പോൾ നമുക്കിവിടെ ഇഷ്ടമുള്ള ഡേറ്റാസ് അസ്യൂം ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്, തന്നിട്ടില്ലാത്തത്. സോ നമ്മൾ ഡോളി ആയിട്ടുള്ള ഡ്രൈവിംഗ് ആണ് അസ്യൂം ചെയ്യുന്നത്. അപ്പോൾ ഡോളി ആയിട്ടുള്ള ഡ്രൈവിംഗ് വരുമ്പോൾ C1 ഈസിക്കൽ ടു 9.05 ഇൻറ്റു ആർ ബൈ ആ ഇക്വേഷനാണ് യൂസ് ചെയ്യുന്നത്. സോ ഇവിടെ ആർ ഈസിക്കൽ ടു ക്യു യു ആണ് നമ്മൾ അസ്യൂം ചെയ്ത് ആ ഒരു അസംഷൻ നോക്കി വെക്കാം. ആൻഡ് C1 C2 C3 കണ്ടുപിടിച്ചിട്ട് നമുക്ക് സി ഫൈനലായിട്ട് 0.018 ഇൻറ്റു ക്യൂ എന്ന് വരും. ഇത് ക്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കിലോ ന്യൂട്ടണിലാണ്. കാരണം നമുക്കിവിടെ മാക്സിമം റേറ്റഡ് എനർജി 3500 കിലോ ന്യൂട്ടൺ സെൻറ്റിമീറ്ററിലാണ് തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആക്ച്വലി ഈ ക്യൂ യു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടൺസിലാണ് വേണ്ടത്. ഇൻ ടൺസിലാണ് കിട്ടേണ്ടത്. സോ ഈ കിലോ ന്യൂട്ടനെ ടൺസിലേക്ക് കൺവേർട്ട് ചെയ്യാൻ ഈ ഹോൾ ഇക്വേഷനെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് ടൺസിലുള്ള ഇക്വേഷൻ കിട്ടും. അത് നമ്മൾ ആ കിട്ടിയ സിയുടെ വാല്യൂ ഈ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ക്യു യു കിട്ടും. ആ ക്യു യു ഡിവൈഡഡ് ബൈ ഫാക്ടർ ഓഫ് സേഫ്റ്റി ചെയ്യുമ്പോൾ നമുക്ക് അലൗബിൾ ലോഡും കിട്ടും. സോ ഈ പ്രോബ്ലം നോക്കിയിട്ട് ഡൗട്ട് ഉള്ളവർ ചോദിക്കുക.